കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യനെതിരെ ബി.ജെ.പിയിൽ പടയൊരുക്കം. സ്ഥാനാർത്ഥിയാകുന്നതിൽ ഒരു വിഭാഗം കടുത്ത അതൃപ്തിയിലാണ്. മണ്ഡലത്തിൽ ഹിന്ദു സ്ഥാനാർത്ഥി വേണമെന്നാണ് ആവശ്യം. നേതാക്കളുടെ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചു. അജിത് ബാബു വിവരങ്ങളുമായിട്ടുണ്ട്. അജിത്തെ, എങ്ങനെയാണ് കാര്യങ്ങൾ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ജോർജ് കുര്യന്റെ ഉറപ്പിച്ച സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാഞ്ഞിരപ്പള്ളിയിൽ ജോർജ് കുര്യൻ തന്നെ സ്ഥാനാർത്ഥിയാകാനുള്ള സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ അതിനിടയിലാണ് പ്രാദേശിക നേതൃത്വവും ചില പ്രധാനപ്പെട്ട നേതാക്കളും ഉൾപ്പെടെ ഇക്കാര്യത്തിൽ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത്. കാരണം ഒരു ഹിന്ദു സ്ഥാനാർത്ഥി മണ്ഡലത്തിൽ വരണം, ജാതി മത സമവാക്യങ്ങൾ പരിഗണിച്ച് വേണം സ്ഥാനാർത്ഥി നിർണയം നടത്താൻ. ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയായാൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിച്ചത്. പക്ഷേ കേന്ദ്ര നേതൃത്വത്തിന് ജോർജ് കുര്യൻ സ്ഥാനാർത്ഥിയാകുന്നതിന് അനുകൂല നിലപാടാണ്. അതുകൊണ്ട് തന്നെ ജോർജ് കുര്യൻ തന്നെ സ്ഥാനാർത്ഥിയായി വരാനാണ് സാഹചര്യമുള്ളത്. ആ നിലയിലേക്കാണ് ചർച്ചകളെല്ലാം പുരോഗമിക്കുന്നത്. അതിനൊരു അന്തിമ തീരുമാനത്തിലേക്ക് കൂടി എത്തിക്കഴിഞ്ഞാൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് ഉൾപ്പെടെ കാര്യങ്ങൾ വരുന്ന സ്ഥിതി ഉണ്ടാകും. നിലവിൽ ഏതാണെങ്കിലും പ്രാദേശിക നേതൃത്വം ഉൾപ്പെടെ പ്രധാനപ്പെട്ട ചില നേതാക്കൾ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വത്തെ അതൃപ്തി അറിയിച്ചിട്ടുണ്ട്. ഈ നിർണയവുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ജോർജ് കുര്യനെയാണ് സ്ഥാനാർത്ഥിയായി തീരുമാനിക്കുന്നതെങ്കിൽ അത് തിരിച്ചടി ഉണ്ടാകുമെന്നും എൻ ജയരാജാണ് നിലവിലെ അവിടുത്തെ MLA ആയിട്ടുള്ളത്. എൻ ജയരാജിന് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പരിഗണിക്കുമ്പോൾ അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി തന്നെ പരിഗണിക്കുമെന്ന് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ സംസ്ഥാന നേതൃത്വത്തോട് അറിയിച്ചിട്ടുണ്ട്. ഏതാണെങ്കിലും ആ അഭിപ്രായങ്ങൾ കേന്ദ്ര നേതൃത്വം പരിഗണിക്കാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. ജോർജ് കുര്യൻ തന്നെ സ്ഥാനാർത്ഥിയായി വരും. അപ്പോൾ ഈ അതൃപ്തിയുള്ളവർ ഏത് നിലയ്ക്ക് അത് പിന്നീട് തുടർ ചർച്ചകളുടെ ഭാഗമായി നിൽക്കും, ഈ സമവായത്തിലേക്ക് കാര്യങ്ങൾ എത്തുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടറിയേണ്ടതാണ്. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ പ്രകടമായ അതൃപ്തി സംസ്ഥാന നേതൃത്വത്തെ ഒരു വിഭാഗം അറിയിച്ചിരിക്കുകയാണ്. സേതുലക്ഷ്മി. ശരി, ഓക്കെ. അജിത്താണ് ആ വലിയ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.